ഒരുപാട് ചിരിക്കാനുണ്ടോ? എല്ലാം 2 ചിത്രങ്ങളല്ലേ? ഒരു ദിവസം ഇറങ്ങിയ 2 സിനിമകൾ, രണ്ടിലും മോശമില്ലാത്ത വേഷമാണ്. ഇത് ക്യാരക്ടർ പോലെയൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ സന്തോഷം. നല്ല സിനിമ, രസമുണ്ട്, നല്ല ഹ്യൂമറൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര രസമായിരുന്നു, തമാശയുണ്ട്, കയറി അലക്കാൻ പറ്റിയൊരു സാധനം എല്ലാവർക്കും കയറാവുന്നത്. ഇവിടെ അതിനകത്തൊരു വലിയൊരു കോമഡി ഉണ്ടാക്കിയത്, അടുത്ത വീട്ടിലെ തെങ്ങ് എന്റെ നെഞ്ചത്ത് തേങ്ങ എന്ന് പറഞ്ഞ ഒരു കോമഡി ഉണ്ടായിരുന്നു. നല്ല വ്യത്യാസമാണ്. അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഡബിങ്ങിന് കയറ്റിയ സാധനമാണ്. ഞാനൊരു സാധനം അടിക്കാൻ പോകട്ടെ, ഞാൻ 2-3 മാറ്റി പറഞ്ഞു. അതൊന്നും പോരാ, ഞാൻ പറഞ്ഞു ഒരു സാധനം ഉണ്ട് പറഞ്ഞു വെക്കാന്നവർ പറഞ്ഞാണ്. ഡയറക്ടർക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞു എന്നുള്ള സത്യമാണ്. ഇതാണ് നമുക്ക് ഇങ്ങനെ പറയാം, അടുത്ത വീട്ടിൽ തേങ്ങ എൻ്റെ തച്ചെത്താന്ന് പറഞ്ഞു. അത് ട്രോള് പോലെയൊക്കെ വരാൻ സാധ്യതയുള്ള സാധനമാണ്. അങ്ങനെ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സമയത്ത് കയറ്റി അതിനകത്തുള്ള സ്വാതന്ത്ര്യം വരുത്തുന്നു. അതാണ് എൻ്റെ രസം. പിന്നെ എന്താ പറയുക, ഒരു കുടുംബ കഥാപാത്രം അവതരിപ്പിക്കാൻ പറ്റി, അതിന് വലിയ സന്തോഷം. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ പോകുന്നതാണ്. എല്ലാവരുടെയും സിനിമ നല്ല സിനിമയെന്ന് പറയുക, നല്ല സിനിമയെന്ന് പറയുകയല്ല, നല്ല സിനിമയാണ് കേട്ടോ. ഫാമിലി എന്തുദ്ദേശിച്ച് വരുന്നോ അതിനുള്ളതുണ്ട്, തമാശയൊക്കെ ഉണ്ട്. താങ്ക് യു. നന്നായിരുന്നു, അതൊരു എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല നല്ല മൂമെന്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല അതന്നെ, അതുപോലെ തന്നെ ഇപ്പോൾ റിവ്യൂ കഴിഞ്ഞിറങ്ങിയാണ്. അപ്പോൾ കണ്ടവരെല്ലാവരും അത്യാവശ്യം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ലൊരു കോമഡി, സസ്പെൻസ് കോമഡിയാണ് ജോണത്. കണ്ടവരെല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടവരാണ് അഭിപ്രായം പറയുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം. കുറേ തുടക്കക്കാരുടെ അനീഷുദ്ധായിട്ടൊക്കെ ആദ്യ സംവിധാനമാണ്. അതുപോലെ കുറേയധികം തുടക്കക്കാരാണ് സിനിമയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാം പുതിയ ടെക്നിക്കലി ഒക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ദയവായി തിയേറ്ററിൽ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു. ഭയങ്കര സന്തോഷം. എൻ്റെ ഇതിനു മുമ്പ് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. ഐ ആം ഹാപ്പി. എന്തോ ഒരു ചെറിയ വലിയ പടം, അതെ, ഒരു ചെറിയ വലിയ പടം, അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അനീഷേൻ്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സ് ജെയ്സിൻ്റെ അടുത്തും ജോയ്സിൻ്റെ അടുത്തും ഒത്തിരി നന്ദി. കൂടെ അഭിനയിച്ച എല്ലാവരുടെ അടുത്തും ഒത്തിരി നന്ദി. ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ ചെയ്തത്. ആ ഒരു ഫീൽ തന്നെ. നമ്മൾ ഭയങ്കര സ്വീറ്റായിട്ടുള്ള കുറേ രസമുള്ള കുറച്ചിരിക്കാനുള്ള സിനിമയാണ്. ഭയങ്കര ഹാപ്പിയാണ് ഈ പടം കണ്ടിട്ട്. അടിപൊളി. Relevant Kerala culture, especially the high range, the real story depicted. Human mind can conquer with the love. It's wonderful. ആദ്യമായിട്ടാണ് തിയേറ്ററിൽ റിലീസ് ആവാൻ ചെറിയൊരു വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാത്തൊരു ചെറിയൊരു പടമാണ്. അതെ. പേടിയുണ്ടോ? വലിയ പടങ്ങൾ അങ്ങനെ പേടിയൊന്നുമില്ല. പേടി എന്തിനാ? എല്ലാ പടത്തിനും അതിൻ്റെ ഓഡിയൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു കൊച്ചു പടമാണ്. നമ്മുടെ അയൽപക്കത്തൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം പോലുള്ള ഒരു പടമാണ്. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിച്ച് വരണം? ഇതൊരു കൊച്ചു സിനിമയാണ്. നിങ്ങളുടെ അയൽപക്കത്തും നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫാമിലിയിലും തൊട്ട് അടുത്തൊക്കെ കാണാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങൾ അതിനകത്തുള്ളത്. കൊച്ചു സിനിമയാണ്. നല്ല മൂവിയായിരുന്നു. അതായത് ഇപ്പോൾ ഫാമിലീസിനൊക്കെ പറ്റുന്ന മൂവിയാണ്. ഒരുപാട് നാട്ടുകാർ, വീട്ടുകാർ, ലവ്, എവറിത്തിങ് ഇസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഫിലിം. സോ ഐ ഗെസ് എവരിബഡി ഷുഡ് ഗോ ആൻഡ് വാച്ച് ദിസ്. കോമഡിയാണ്, ഫാമിലി മൂവിയാണ്, കോമഡിയാണ്, പിന്നെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ലവ് കാണിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ മിക്സ്ചർ ഓഫ് ഓൾ ദ ജോൺസ്. താങ്ക് യു.